കുഞ്ഞ് 6-ാം മാസത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നൊരു കുഞ്ഞ് 2019-ൽ റാക്ക് ഹോട്ടലിൽ വെച്ച് പാസ്റ്ററിൻ്റെ മീറ്റിംഗ് ഇവിടെ നടന്നപ്പോൾ ഈ പ്രിയ മാതാവ് കുഞ്ഞുമായിട്ട് അവിടെ വന്നായിരുന്നു. കുഞ്ഞിൻ്റെ കണ്ണിന് വളരെയധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ ആ ഇഷ്യൂ ആ കുഞ്ഞിന് ഉണ്ടാകത്തില്ല എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് നൽകിയ വിടുതലിൽ ഈ കുഞ്ഞ് നിൽക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ സഹോദരി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ പ്ലാസൻ്റ താഴെയായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കുഞ്ഞ് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, ഡെലിവറിക്ക് പ്രയാസങ്ങളുണ്ടാകും, അതിനെയും തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് വരത്തില്ല. ഡോക്ടർ പറഞ്ഞത് പ്ലാസ്റ്റിന് താഴെയാണ്, അതുകൊണ്ട് ഒരു ചെറിയ രീതി പോലും താൻ തുമ്മുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ട്രാവൽ ചെയ്യാൻ പാടില്ല, അധികം നേരം ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. എനിക്കതുകൊണ്ട് സിസേറിയൻ ആയിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അന്ന് ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. വിശ്വാസത്താൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം താഴ്ന്നു പോയ പ്ലാസൻ്റ തിരിച്ച് അതേ നോർമലായ സ്ഥിതിയിലേക്ക് വന്നു. പിന്നീട് 5-ാം മാസം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്ലാസിൻ്റെ കറക്റ്റ് പൊസിഷനിലോട്ടായി. മാസം തികയാതെ പ്രസവിച്ചതായിരുന്നു. എന്നെ പുനലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും മോനെ SITലും ആയിരുന്നു. അപ്പം 5-ാം ദിവസം വരെയും ഇവന് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാം സമാധാനിപ്പിച്ചിരുന്നു. അന്ന് ഡോക്ടർ പറയുകയുണ്ടായി, എന്നെ ഇവിടുന്ന് അവിടെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7 ദിവസവും അതിന് മുമ്പ് തന്നെ വീട്ടിൽ വെച്ച് പാസ്റ്ററിൻ്റെ പ്രാർത്ഥന ഹാർവസ്റ്റ് ചാനലിൽ രാവിലെ 7 മണി തൊട്ട് 7:30 വരെയുള്ള സമയം എന്നും ഞങ്ങൾ വീട്ടിൽ കാണുമായിരുന്നു. അന്ന് രാത്രി 12 മണി സമയത്ത് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് മേൽ ദൈവിക പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ കുഞ്ഞിൻ്റെ കരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നേഴ്സിനോട് ചോദിച്ചു, നേഴ്സേ ഇന്ന് മോനെ എന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? കാരണം 50, 60, 70 ദിവസങ്ങളൊക്കെ ആയവരവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു, ഏതെങ്കിലും കുട്ടികളെ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങിയ തൊട്ട് പിറ്റേ ദിവസം പോയ ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ച്. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ വരികയുണ്ടായി, കുഞ്ഞിനെ പരിശോധിച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കുഞ്ഞ് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു. കുഞ്ഞ് 6-ാം മാസത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നൊരു കുഞ്ഞ് 2019-ൽ റാക്ക് ഹോട്ടലിൽ വെച്ച് പാസ്റ്ററിൻ്റെ മീറ്റിംഗ് ഇവിടെ നടന്നപ്പോൾ ഈ പ്രിയ മാതാവ് കുഞ്ഞുമായിട്ട് അവിടെ വന്നായിരുന്നു. കുഞ്ഞിൻ്റെ കണ്ണിന് വളരെയധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ ആ ഇഷ്യൂ ആ കുഞ്ഞിന് ഉണ്ടാകത്തില്ല എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് നൽകിയ വിടുതലിൽ ഈ കുഞ്ഞ് നിൽക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എന്താ സിസ്റ്ററിന്റെ പേര്? നീതു സിസ്റ്ററിന് കുഞ്ഞിന് എന്തായിരുന്നു ഉണ്ടായിരുന്ന പ്രശ്നം? 6-ാം മാസം ഉണ്ടായത്. അപ്പം ROP എന്ന് പറഞ്ഞ പ്രീ ടൈം പിള്ളേർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. ROP റെറ്റിനോപ്പതി. അപ്പം 50 ഡേയ്സ് കൂടുതൽ അവനെ വെന്റിലേറ്ററിലായിരുന്നേ. അപ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടുതലുള്ള കാരണം കണ്ണിനങ്ങനെ നേരെ പോകേണ്ട വെയിൻസൊക്കെ ഇങ്ങനെ ഇതായിപ്പോയി. കാരണം കുഞ്ഞിൻ്റെ കണ്ണിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് അബുദാബി കൊണ്ടുവന്ന ഓപ്പറേഷനൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് വന്നാലും ഉറപ്പില്ലായിരുന്നു. കുഞ്ഞിന് ഫ്രീ ടൈം ആയ കാരണം എപ്പോഴും വീസിങ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അന്ന് റാക്ക് ഹോട്ടലിൽ വെച്ച് ക്ലാസ്സിൻ്റെ പ്രയറിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ആദ്യമായിട്ടാണോ നിങ്ങൾ എൻ്റെ പ്രയറിന് വരുന്നത്? അതെ, അന്ന് പ്രയറെല്ലാം കഴിഞ്ഞ് ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് പാസ്റ്റർ പറഞ്ഞു, കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അപ്പം പാസ്റ്റർ പറഞ്ഞു, ഇനി ഒരിക്കലും അവൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അങ്ങനെ പറഞ്ഞു. അതിൽ പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല, ഒരു ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അന്ന് കർത്താവ് ആ നിലകളിൽ സംസാരിക്കുകയും കുഞ്ഞിനെ സ്പർശിക്കുകയും ചെയ്തു. അതിനുശേഷം അവന്റെ കണ്ണുകൾക്കോ അവന്റെ വളർച്ചയ്ക്കോ അവന്റെ പഠനത്തിനോ ഒരു പ്രശ്നമില്ല. 860 ഗ്രാമായിട്ട് ജനിച്ചവനെ. ജനിച്ചപ്പോൾ 860 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. 75 ദിവസം ഹോസ്പിറ്റൽ NICUലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഡോക്ടേഴ്സിന്റെ വിലയിരുത്തലുകളിലും നിങ്ങളുടെ വിലയിരുത്തലുകളിലും ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നോർമൽ സ്കൂളിലല്ലേ പഠിക്കുന്നത്? വളരെ ആക്റ്റീവാ. കണ്ണിനൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം കാണാം, നോർമൽ കുഞ്ഞായിട്ട്. എവറിത്തിങ് ഈസ് ഫൈൻ. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സൗഖ്യം കുഞ്ഞിൽ ഉണ്ടാകുകയും 2020, 2021, 2022 കഴിഞ്ഞ 3 വർഷത്തിലധികമായി ആ സൗഖ്യം അവർ കാണുകയും അവരനുഭവിക്കുകയും ആ കുഞ്ഞിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആ ഹീലിങ്ങിനെ അവർ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നു. ജനിച്ചപ്പോൾ 960 ഗ്രാം ഉണ്ടായിരുന്ന
1 കിലോ തൂക്കമില്ലാതിരുന്ന ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ ജീവിതം ചെയ്ത അത്ഭുതത്തിനെ ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്നാ സ്കൂളിൽ ചേർക്കുന്നേ? ഈ മാർച്ചിൽ ചേർക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. എന്താ മോന്റെ പേര്? വാട്ട്സ് യുവർ നെയിം? മോനു, വാട്ട്സ് യുവർ നെയിം? റെക്സോ. ഗോഡ് ബ്ലെസ് യു റെക്സോ. ഗോഡ് ബ്ലെസ് യു. പക്ഷേ ഈ സഹോദരിയുടെ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്. കഴിഞ്ഞ പ്രാവശ്യം ടിൻ പാസ്റ്റർ ഇവിടെ വന്നപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ഈ സഹോദരിയുടെ കരഞ്ഞ് തകർന്നിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണാൻ സാധിച്ചു. എന്നോട് പറഞ്ഞു, എനിക്ക് ഒന്ന് പാസ്റ്റർ ഒന്ന് കാണണം. പാസ്റ്റർ ഇറങ്ങി വന്ന സമയത്ത് ഈ സഹോദരി പാസ്റ്ററെ കണ്ടു. ഈ സഹോദരിയുടെ പ്രശ്നം, ഈ സഹോദരി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം പ്ലാസൻ്റ താഴെയായിപ്പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കുഞ്ഞ് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, ഡെലിവറിക്ക് പ്രയാസങ്ങളുണ്ടാകും, അതിനെയും തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് വരത്തില്ല. പക്ഷേ അന്ന് ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. വിശ്വാസത്താൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം താഴ്ന്നു പോയ പ്ലാസൻ്റ തിരിച്ച് അതേ നോർമലായ സ്ഥിതിയിലേക്ക് വന്നു. ഇന്നൊരു കുഴപ്പവും ഇല്ലാതെ ഈ സഹോദരി യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്നു. സഹോദരി, എന്തായിരുന്നു ഉണ്ടായിരുന്ന പ്രശ്നം? കർത്താവ് എന്താ ചെയ്തെന്ന് പറയാമോ? എന്നെ ഡോക്ടർ പറഞ്ഞത് പ്ലാസ്റ്റിന് താഴെയാണ്, അതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ പോലും താൻ തുമ്മുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ട്രാവൽ ചെയ്യാൻ പാടില്ല, അധികം നേരം ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. എനിക്കതുകൊണ്ട് സിസേറിയൻ ആയിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ പാസ്റ്ററിനോട് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് പിറ്റേ ദിവസം എൻ്റെ ഉദരത്തിൽ തിരിയുന്നത് പോലൊരു ഫീലായിരുന്നു എനിക്ക്. ഓരോ ദിവസം കഴിയുമ്പോഴും അടിയിലിരുന്ന് കുഞ്ഞ് മേളിലോട്ട് കയറുന്ന ഭയങ്കര ഫീലായിരുന്നു. അതിനുശേഷം പാസ്റ്ററിൻ്റെ ഓരോ മെസ്സേജ് കേൾക്കുമ്പോഴും കുഞ്ഞ് ഭയങ്കരമായൊരു മൂവ്മെൻറ്റ് പോലെയായിരുന്നു. പാസ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ, പ്രേയറിൻ്റെ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ മാത്രം, ഭജനം കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ 4.5 മാസമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞും പിന്നീട് 5-ാം മാസം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്ലാസ്റ്റിൻ്റെ കറക്റ്റ് പൊസിഷനിലോട്ടായി. It's amazing. Come on, thank you Jesus. Thank you Holy Spirit. Thank you Lord for this miracle. ദൈവമക്കളെ, ഇത് ദൈവത്തിന്റെ കൈയാണ്, ഇത് കർത്താവിന്റെ കരമാണ്. ഇതൊക്കെ ചെയ്യാൻ യേശുവിന് മാത്രമേ പറ്റൂ. പക്ഷേ ബ്രദറിൻ്റെ പേര് വിപിൻ എന്നാണ്, ഈ സിസ്റ്ററിൻ്റെ പേര് സൗമ്യ എന്നാണ്, ഈ കുഞ്ഞിൻ്റെ പേര് നിയോ എന്നാണ്. ഈ കുഞ്ഞ് 2022 ജനിച്ചപ്പോൾ ന്യൂമോണിയ ബാധിച്ച് ഭയങ്കര കൂടുതലായി. ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുഞ്ഞിനെ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് 7 ദിവസം ഈ കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. 7ാമത്തെ ദിവസം കർത്താവിനെ അഭിഷേകിക്കുന്ന ഓൺലൈൻ സർവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിൻ്റെ കുഞ്ഞിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. എന്തായിരുന്നു നിങ്ങളുടെ കുഞ്ഞിന് ഉണ്ടായിരുന്ന പ്രശ്നം, അല്ലെങ്കിൽ അവരെന്താ പറഞ്ഞേ? മാസം തികയാതെ പ്രസവിച്ചതായിരുന്നു. അപ്പോൾ പുനലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വെച്ച് ഡെലിവറി നടത്തി കഴിഞ്ഞാൽ പ്രശ്നമാവും, അതുകൊണ്ട് നേരെ SIT പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ തന്നെ മതി, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, കോഴിക്കോടാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, എന്നാൽ എല്ലാവരും ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. ഒപ്പിട്ട് കൊടുത്തു. അന്ന് ഹസ്ബൻഡ് വരാനിടയായി. ഓപ്പറേഷൻ നടന്നു കുഞ്ഞിന്. അപ്പം ശ്വാസം മുട്ട് കൂടുതലായി, ശബ്ദം തീരെ വരാത്ത ഒരവസ്ഥയായപ്പോഴേക്കും SITയിലോട്ട് കൊണ്ടുപോയി. എന്നെ പുനലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും മോനെ SITയിലും ആയിരുന്നു. അപ്പം 5-ാം ദിവസം വരെയും ഇവന് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാം സമാധാനിപ്പിച്ചിരുന്നു. അന്ന് ഡോക്ടർ പറയുകയുണ്ടായി എന്നെ ഇവിടുന്ന് അവിടെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7 ദിവസവും അതിന് മുമ്പ് തന്നെ വീട്ടിൽ വെച്ച് പാസ്റ്ററിൻ്റെ പ്രാർത്ഥന ഹാർവസ്റ്റ് ചാനലിൽ രാവിലെ 7 മണി തൊട്ട് 7:30 വരെയുള്ള സമയം എന്നും ഞങ്ങൾ വീട്ടിൽ കാണുമായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നാ ഉണ്ടായേ? 22 നവംബർ 23. അപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ച ഒടുവിലായിട്ട് പറഞ്ഞു, ഞാൻ അവിടെ SIT ചെല്ലുമ്പോൾ പറഞ്ഞു, അന്ന് രാത്രി 12 മണി സമയത്ത് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് മേൽ ദൈവിക പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ കുഞ്ഞിൻ്റെ കരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അപ്പോഴും കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. ഡോക്ടർ വിളിച്ച് പറയുകയുണ്ടായി, മോനെ ഒരു കുഴപ്പമില്ല, വെന്റിലേറ്ററിൽ നിന്ന് വാർഡിലേക്ക് മാറ്റാൻ പോകാമെന്ന് പറഞ്ഞു. ആ വാർഡിൽ നിന്ന് മാറ്റി ഞാൻ അവിടെ ചെന്നു. അതിൻ്റെ അന്നത്തെ നേഴ്സ് ചോദിച്ചു, ഞാൻ നേഴ്സിനോട് ചോദിച്ചു, നേഴ്സേ ഇന്ന് മോനെ എന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? കാരണം 50, 60, 70 ദിവസങ്ങളൊക്കെ ആയവരവിടെ കിടക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതെങ്കിലും കുട്ടികളെ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങിയ തൊട്ട് പിറ്റേ ദിവസം പോയ ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ വരികയുണ്ടായി, കുഞ്ഞിനെ പരിശോധിച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കുഞ്ഞ് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു. ആ നേഴ്സും ഡോക്ടറും ഉൾപ്പെടെ പറഞ്ഞു ഇത് അത്ഭുതമെന്നല്ല, അതൊന്നും പറയാനില്ല. അപ്പോൾ ഞങ്ങൾക്കും ഒന്ന് കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. Lord, I pray, Neo, in the name of Jesus, I bless this family. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഉണ്ടാകട്ടെ. ഇവനൊരു അത്ഭുതമായി മാറും.